നമസ്കാരം. ക്രിസ്മസൊക്കെ കഴിഞ്ഞ് സുഖമായിട്ടിരിക്കുകയാണല്ലോ എല്ലാവരും. പെട്ടെന്നാണ് ഞാൻ ആലോചിച്ചത്, നമ്മുടെ ക്രിസ്മസിനൊരു സിനിമ കാണാൻ പറ്റിയില്ലല്ലോ എന്ന്. അങ്ങനെ സർവമായ എന്ന സിനിമയെക്കുറിച്ചുള്ള റിവ്യൂസൊക്കെ കേട്ടു, വേണ്ടപ്പെട്ട കാര്യങ്ങളിലൊക്കെ അറിഞ്ഞു. ഇപ്പോൾ അറിയാൻ കഴിയുന്നത് സർവമായാണ് ക്രിസ്മസ് വിന്നർ എന്നുള്ള വാർത്തകളാണ്. അങ്ങനെ നമ്മുടെ നിവിൻ പോളി വലിയൊരു കംബാക്ക് നടത്തിയിരിക്കുകയാണ്. എനിക്ക് സിനിമ ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല കേട്ടോ, കാരണം ഇത്തിരി ജോലി തിരക്കുകളായിരുന്നു. ഒറ്റ സിനിമയും ക്രിസ്മസിന് എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. ഒക്കെ നമുക്ക് നമ്മുടെ തിയേറ്റർ റിപ്പോർട്ടേഴ്സ് തരുന്ന വാർത്തകളാണ്. അത്രയും എന്നെപ്പോലെ തന്നെയുള്ള ടേസ്റ്റുള്ള ആളുകളുണ്ടാവും. നമുക്ക് ഒരേ ടേസ്റ്റിൽ ചില കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടാവും. അങ്ങനെയുള്ള ചില വ്യക്തികളിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ റിപ്പോർട്ടുകളുടെ രൂപത്തിലാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. ഒരിക്കലും അതൊരു എൻ്റെ ഒരു ഒപ്പീനിയനോ റിവ്യൂ ആയിട്ട് നിങ്ങൾ എടുക്കണ്ട. എന്തായാലും നിവിൻ പോളിയുടെ കംബാക്കാണ് ഇപ്പോൾ വളരെയധികം എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം. കാരണം അദ്ദേഹത്തിൻ്റെ നിന്ന് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് കാണാൻ കിട്ടുന്നുണ്ടായിരുന്നില്ല. അദ്ദേഹം എടുക്കുന്ന സിനിമകളൊക്കെ തന്നെ അഭിനയ പ്രാധാന്യമുള്ളതോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വേഷങ്ങളോ പ്രാധാന്യമുള്ളതൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഈ അടുത്ത് വന്ന ഫാർമ എന്നുള്ള ആ ഒരു വെബ് സീരീസ് വരെ അത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ മികച്ച പ്രകടനം തന്നെയാണ് അതിൽ കാണിക്കുന്നത്. അങ്ങനെ നിൽക്കുന്ന ഒരു താരത്തിനെ പെട്ടെന്ന് വളരെ വിഷമത്തോടെയാണ് ആളുകൾ ആ ഫാർമ കണ്ടപ്പോൾ ഓർത്തുപോയത്. വളരെ ചാർമിങ് ആയിട്ട്, വളരെ നല്ല രസകരമായിട്ട് തമാശകളൊക്കെ പറഞ്ഞിരുന്ന പഴയകാല ലാലേട്ടനെ ഓർമ്മിപ്പിക്കുന്ന, നമ്മളെ ലാലേട്ടനും ദിലീപും ജയറാമും കൂടി ഒരുമിച്ച് വന്നാൽ ഒരു മിക്സഡ് രൂപത്തിൽ വന്നാൽ എങ്ങനെയായിരിക്കും. മാത്രമല്ല ഒരു കിടിലൻ ഒരു സൂപ്പർ ഹീറോ അല്ലെങ്കിൽ ആക്ഷൻ ഹീറോയ്ക്ക് മാറാൻ പറ്റാവുന്ന ഒരു താരം. ആ താരത്തിൻ്റെ പെട്ടെന്നുള്ളൊരു ഡൗൺഫോൾ എല്ലാവർക്കും വളരെയധികം വിഷമമുണ്ടാക്കിയ കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ സെലക്ഷൻ്റെ പോരായ്മകളൊന്നുമല്ല, അദ്ദേഹം ഒന്ന് വെറൈറ്റി പിടിച്ചതാണ് കുറച്ച് കാലം. പക്ഷേ അദ്ദേഹം തൻ്റെ സേഫ് സോണിലേക്ക് തിരിച്ചു വന്നപ്പോൾ അഖിൽ സത്യനോടൊപ്പം കൂട്ടിച്ചേർന്നപ്പോൾ സത്യൻ അന്തിക്കാടിൻ്റെ മകൻ എന്ന നിലയ്ക്ക് മാത്രമല്ല ആ ഒരു ലെഗസി കീപ്പ് ചെയ്തുകൊണ്ട് അദ്ദേഹം എടുത്തിരിക്കുന്ന സിനിമ അതിൽ കുറച്ച് ഫാൻറ്റസിയുടെ എലമെൻസും ഒക്കെ ചേർത്ത് മനോഹരമാക്കിയിരിക്കുന്നു എന്ന വാർത്തകളാണ് എനിക്ക് കിട്ടുന്നത്. സിനിമ കാണണം എന്തായാലും. ഈ ക്രിസ്മസിൽ എന്തായാലും ഫസ്റ്റ് ചോയ്സായിട്ട് ആ സിനിമ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഈ അടുത്ത ദിവസങ്ങളിൽ ആ പടം കാണണമെന്ന് തന്നെയാണ് തീരുമാനിക്കുന്നത്. ഏതായാലും ഈ ഒരു സിനിമ വലിയ വിജയത്തിലേക്കാണ് മുന്നോട്ട് പോകുന്നുള്ള വാർത്തകളാണ് കിട്ടുന്നത്. കഴിഞ്ഞ ദിവസം ഏകദേശം ഒരു 3.5 കോടിക്കടുത്തുള്ള ആദ്യ ദിന കളക്ഷനാണ് സിനിമയ്ക്ക് സമ്പാദിക്കാൻ സാധിച്ചത്. ഇന്നു മുതൽ അത് ഒരിക്കൽ കൂടി കൂടാനുള്ള സാധ്യത കാണുന്നത്. തൃശ്ശൂർ രാഗത്തിലൊക്കെ 2 ഷോ ഇന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. അത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ വ്യക്തമായ സൂചനകൾ. എന്തായാലും നിവിൻ പോളിയുടെ ഈ കംബാക്ക് ഒരുപാട് എൻ്റർടൈൻമെൻറ്റ് ഫിലിംസ് ഇഷ്ടപ്പെടുന്ന വ്യക്തികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. അതും അവരുടെ ഫാമിലിയായിട്ട് പോയിട്ട് നന്നായി ആസ്വദിക്കാൻ പറ്റുന്ന സിനിമയാണെന്ന് കൂടി അറിയുമ്പോൾ ഫാമിലിയായിട്ട് തന്നെ പോകണം തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആ സിനിമ ഇഷ്ടപ്പെടുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. എന്തായാലും നിങ്ങൾക്കും ഈ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. നമുക്ക് ഈ ഒരു നിവിൻ എന്ന താരത്തിൻ്റെ ആ തിരിച്ചുവരവ് ആഘോഷിക്കാം.